അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ചിക്കൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായി ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഫുഡ് കളർ റെഡ് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പാത്രം വെച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആ ചിക്കന് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വേവായി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, 2-3 ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചിക്കന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ഉള്ളി ചേർത്ത് കൊടുക്കാം, ചെറുതായി അരിഞ്ഞത്. ഒരു 1/2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 3.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ പൊരിച്ച എണ്ണയില്ലേ, അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, ചിക്കൻ റെഡിയായിട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.